CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. 4 നാൾ നീണ്ട കലാപൂരത്തിന് കൊടിയിറങ്ങുന്നു. കുന്നംകുളം ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിന് അല്പസമയത്തിനകം സമാപനമാകും. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം മംഗലംകളിൽ 1ാം സ്ഥാനം നേടി മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഏകാദശി തിരക്കിന് മുന്നേ ഗുരുവായൂർ കലോത്സവ നഗരിയിൽ പൂരത്തിരക്ക്. ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിന്റെ 3ാം ദിനത്തിൽ ആവേശത്തിരയായി കാണികൾ ഒഴുകിയെത്തി. കൈകൊട്ടിയും പാട്ടിലൂടെ കഥ പറഞ്ഞും വേദിയെ കയ്യിലെടുത്ത് വട്ടപ്പാട്ട് മത്സരം. ചാവക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വട്ടപ്പാട്ടിൽ ആധിപത്യം നിലനിർത്തി ഫോക്കസ് ഇന്റർനാഷണൽ സ്കൂൾ തൊട്ടാപ്പ്. അപൂർവ ഗോത്ര കലകളുടെ അവതരണത്താൽ ശ്രദ്ധേയമായി കലോത്സവ നഗരി. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ അരങ്ങേറിയ മംഗലംകളി വ്യത്യസ്തത പുലർത്തി. മധ്യകാല യൂറോപ്പിലെ നാടക മത്സരങ്ങളെ ഉള്ളടക്കത്തിലും അവതരണത്തിലും അനുകരിച്ച് നടന്ന ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ ചവിട്ടുനാടക മത്സരം കാണികളെ പിടിച്ചിരുത്തി. ചാവക്കാട് ഉപജില്ലാ കലോത്സവം ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്തത്തിൽ അപ്പുമാസ്റ്റർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എ ഗ്രേഡോടെ 1ാം സ്ഥാനം നേടി. കുന്നംകുളം ചിറ്റന്നൂരിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ചെമ്മണ്ണൂർ സ്വദേശി രേഷ്മ, അവിയൂർ സ്വദേശി മുജീബ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപ നൽകാനുള്ള കൌൺസിൽ യോഗ തീരുമാനം നടപ്പിലാക്കാത്തതും അടഞ്ഞുകിടക്കുന്ന ക്രിമിറ്റോറിയത്തെ ചൊല്ലിയും കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഭരണകക്ഷിക്കെതിരെ പ്രതിപക്ഷത്തിന്റെ രൂക്ഷ വിമർശനം. നടൻ ബാലൻ കെ നായരുടെ മകൻ മേഘനാഥൻ അന്തരിച്ചു. 60 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ചാലിശ്ശേരി യാക്കോബായ സുറിയാനി പള്ളി പെരുന്നാൾ ആഘോഷം വർണ്ണാഭമായി. മതസൌഹാർദ്ദത്തിന്റെ നേർസാക്ഷ്യമായി പൊതുസദ്യയിൽ ജാതിമത ഭേദമന്യേ ആയിരങ്ങൾ പങ്കെടുത്തു. സ്വത്ത് തർക്കത്തെ തുടർന്ന് മന്നലാങ്കുന്നിൽ ജ്യേഷ്ഠനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ സഹോദരങ്ങൾ അറസ്റ്റിൽ. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. അക്കിക്കാവ് മാർ ഒസ്താത്തിയോസ് ടീച്ചർ ട്രെയിനിംഗ് കോളേജിൽ 2024-26 വർഷത്തെ യൂണിയൻ മിഹാരയുടെ ഉദ്ഘാടനം നടന്നു. CPIM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ സമ്മേളനത്തിന് തുടക്കമായി. നെല്ലുവായ് പേൾ റീജൻസി KS ശങ്കരൻ പത്മനാഭൻ നഗറിലാണ് സമ്മേളനം നടക്കുന്നത്. CPIM കടവലൂർ സൌത്ത് ലോക്കൽ സമ്മേളനത്തിന് കരിക്കാട് KK റീജൻസിയിൽ തുടക്കമായി. പെരുമ്പിലാവ് ബ്രാഞ്ച് കമ്മിറ്റി അംഗം മുഹമ്മദ് അലി പതാക ഉയർത്തി. ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ വിവിധ മത്സരങ്ങളിൽ മികച്ച നേട്ടത്തിന് അർഹരായി ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന പ്രവൃത്തി പരിചയമേളയിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഇലക്ട്രിക്കൽ വയറിംഗ് വിഭാഗത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കി ഹെൽന സി പ്രകാശ്. LLB ബിരുദം കരസ്ഥമാക്കിയ അഡ്വക്കേറ്റ് മുഹമ്മദ് സാലിഹ് നിഷാദിനെ CPIM അകലാട് നോർത്ത് ബ്രാഞ്ച് അനുമോദിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ 1978-80 പ്രീ ഡിഗ്രി ബാച്ചിന്റെ കുടുംബസംഗമം കുന്നംകുളത്ത് നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.